ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റണം നല്ലൊരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട്, മന്തി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പം ഇതും അതിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ നമ്മുടെ വൈറ്റ് സെല്ല ബസുമതി റൈസാണ് കേട്ടോ. നമ്മുടെ മന്തി വെക്കുന്ന അരി ആ ഒരു റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒരു 2-3 പ്രാവശ്യം ഞാൻ ഇതിങ്ങനെ കഴുകിയിട്ട് വെള്ളത്തിലൊന്ന് പുതിർത്തി എടുക്കുന്നുണ്ട്. ഞാൻ കറക്റ്റ് അരമണിക്കൂറാണ് ഈ അരി ഒന്ന് പുതിർത്താൻ വേണ്ടി എടുത്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിലൊന്ന് പുതിർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുതിർന്നതിന് ശേഷം കഴുകിയിട്ടുണ്ടെങ്കിൽ അരി ഒന്ന് പൊടിഞ്ഞു പോകും. അപ്പം ആദ്യം തന്നെ കഴുകിയതിന് ശേഷം മാത്രം നമുക്ക് വെള്ളത്തിലിതൊന്ന് പുതിർത്തിയിടാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാനിവിടെ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ബിരിയാണി പീസിൻ്റെ രീതിയിലാണ് ഏകദേശം കട്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ഫോർക്ക് ഉപയോഗിച്ചൊന്ന് ഞാനിത് കുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിർബന്ധമില്ല, വേണമെങ്കിലൊന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കട്ടാക്കി വെച്ചിട്ടുള്ള ഒരു തക്കാളി, അതുപോലെ തന്നെ ഒരു സവാള അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു തക്കാളിയും ഒരു സവാളയും എടുത്തിട്ടുണ്ട്. ഞാനിത് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഒരു തക്കാളി, ഒരു സവാള കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, ഒരു പിടി മല്ലിയില കട്ട് ചെയ്തത്, ഇത്രയും ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാഗി ക്യൂബും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 മാഗി ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മാഗി ക്യൂബ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ചേർക്കാൻ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി ഉപ്പ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകും മാഗി ക്യൂബിന്. ഇതിലേക്ക് കുറച്ച് നമ്മുടെ മന്തി മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ മന്തി മസാല ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കളർ ചേർത്ത് കൊടുക്കാം. പക്ഷേ മന്തിക്ക് കുറച്ച് കളർ ചേർത്താലാണ് ആ ഒരു മന്തീൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ആ ഒരു കളറും കൂടെ ചേർത്തിട്ട് ചിക്കനിലേക്ക് മൊത്തത്തിൽ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി മുളക് പൊടിയോ മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും ഇടരുത് കേട്ടോ. അതൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മന്തീൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതാ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. കളർ ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണേ. ഞാൻ ആദ്യം ഒരു മാഗി ക്യൂബ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ ഒരു മാഗി ക്യൂബും കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2 മാഗി ക്യൂബാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇതാ ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ. ഓവറായി പോവരുത്. അതായത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ചുള വെളുത്തുള്ളിയും കൂടി ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മന്തി വെക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കലില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മന്തീൻ്റെ റൈസിനും അതുപോലെ തന്നെ മസാലയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഒന്ന് പിടിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കറക്റ്റ് ഒരു 1/4 കപ്പ് അളവിലാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഓയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, പുറത്ത് വെച്ചാലും മതിയാകും കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിലാണ് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ വെച്ചാൽ അത്രയും ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു മസാലയ്ക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഏലക്കയും ഒരു 2 ഗ്രാമ്പും ഒരു പിഞ്ച് ചെറിയ ജീരകം കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ പാത്രം ഒന്ന് ചേഞ്ചാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2-3 ചിക്കൻ്റെ ലെഗ് പീസും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് ചേഞ്ചാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ആളും കൂടി ഉണ്ടായിരുന്നു അന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനും കൂടി എക്സ്ട്രാ വാങ്ങിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പാത്രമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അപ്പോൾ ഇതൊന്ന് ഞാനൊന്നും കൂടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. ആദ്യം ഒരു 5 മിനിറ്റ് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ എനിക്കിവിടെ നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറൻ്റെ ടൈമിങ്ങിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പം എനിക്ക് കുറച്ചാളും കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പോരാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ചിക്കനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നല്ലതുപോലെ തിളയ്ക്കണം കേട്ടോ. അതിന് ശേഷം മാത്രം നമ്മളിത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി. ഞാനിത് ഇട്ട് കൊടുക്കുന്നത് ഏലക്കയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏലക്കയും 2 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കണമെന്ന്. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. മൂടി വെച്ചിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. തീരെ ലോ ഫ്ലെയിം ആക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 2 പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ മസാലയ്ക്ക്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ അടിയിലൊന്നും പറ്റിപ്പോവരുത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ ഏകദേശം ഒന്ന് വേവിച്ച് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൈയെടുക്കാതെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വേവാറായിട്ടുണ്ട്. ഇനി ഏകദേശം ചിക്കനൊക്കെ വെന്തതിന് ശേഷം ഈ ചിക്കനൊക്കെ ഞാൻ ഈ ഒരു മസാലയിൽ നിന്നും കോരിയെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഞാനിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മസാലയിൽ നിന്നും ഈ ചിക്കനിൽ നിന്ന് എടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, ഇതിൽ തന്നെ നിന്ന് നല്ലതുപോലെ ഫ്രൈ ആക്കി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് നിന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് നല്ലൊരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് ഞാനതൊന്ന് മാറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ ചോറ് വെക്കാനുള്ള വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളകിൻ്റെ മണി, അതുപോലെ തന്നെ പച്ചമല്ലി, അതുപോലെ തന്നെ കറുവപ്പട്ട, ഗ്രാമ്പൊന്നും ഓവറായിട്ട് വേണ്ട, 2-3 മാത്രം മതിയാകും കേട്ടോ. പിന്നെ ഉണക്കനാരങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ഈ അരി ഒന്ന് തിളപ്പിച്ച് വാർക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കാരണം റൈസിലേക്ക് അത്യാവശ്യം ഉപ്പ് പിടിച്ചാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ നമ്മുടെ ഈ റൈസിന്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരമണിക്കൂർ പുതിർത്തിയ അരിയായിരുന്നു. അത് നമ്മൾ അരമണിക്കൂറത്തിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ ഞാനിവിടെ നേരത്തെ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഏകദേശം 1/4 പരുവം വേവാകുമ്പോഴത്തേക്കും നമുക്ക് ഈ റൈസൊക്കെ ഒന്ന് ഊറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് 1/4 പരുവം വേവായാൽ മതി. ഇപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഏകദേശം നല്ലതുപോലെ ഒന്ന് വറ്റി നല്ല കറക്റ്റ് രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മസാല ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ മസാല കുറച്ച് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് വേറൊരു ബൗളിലേക്ക്. നമുക്ക് റൈസിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു മസാലയിലാണ് നല്ല കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ആ റൈസിലേക്കൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മന്തി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഈ ഒരു മസാല ഇട്ട ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ ചോറ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതേപോലെ ഒന്ന് റൈസ് അടിയിലും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മസാലയും അങ്ങനെയായിട്ട് ഫില്ലാക്കി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മന്തി തയ്യാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാനിങ്ങനെ ഇടയിൽ കൂടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാലയാണ് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു റൈസിലേക്ക് ആ മസാലൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലതുപോലെ ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മൊത്തത്തിലായിട്ട് മസാലയും അതുപോലെ തന്നെ റൈസുമായിട്ട് അങ്ങനെ ഫില്ലാക്കി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മസാലയും കൂടി അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 പച്ചമുളക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കുത്തി കൊടുക്കണം കേട്ടോ. ഈ ഒരു റൈസിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് അങ്ങനെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഇതിലേക്ക് എരിവൊന്നും ചേർക്കുന്നില്ല. ആ ഒരു പച്ചമുളക് കുത്തി കൊടുക്കുമ്പോൾ ആ ഒരു ചെറിയ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ റൈസിന്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കുറച്ച് മസാലയും ആ ഒരു മസാലയിലേക്കുള്ള ആ ഒരു എണ്ണയൊക്കെ ഉണ്ടല്ലോ അതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം ഇതുപോലെ ഒരു ചെറിയൊരു ലൈനായിട്ട് ഒരു റെഡ് ഫുഡ് കളർ മാത്രം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ പീസസും കൂടി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതാ നമ്മളെ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഈ ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും നമുക്ക് പരിപാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതേപോലെ ഫുഡ് കളർ ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിങ്ങനെ ചിക്കൻ പീസസ് മുകളിലായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ആ ഒരു പീസാണ്. ഇങ്ങനെ ഫ്രൈ ആക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഞാൻ ഫ്രൈ ആക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ കാണാനൊരു ഭംഗിയായിരിക്കും. ഇനി ഇതേപോലെ ഒന്ന് ചാർക്കോൾ വെച്ചിട്ടൊന്ന് കത്തിക്കുന്നുണ്ട്. ഞാനിത് അടുപ്പിൽ കത്തിച്ച കനൽ ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പുക വരും. അപ്പോൾ അതിനൊന്ന് മൂടി വെച്ചതാണ് കേട്ടോ. ഇനി ഇതൊരു അരമണിക്കൂർ ഞാൻ ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്യാസിൽ തന്നെയായിരുന്നു, നമ്മൾ ഗ്യാസ് അടുപ്പിലാണ് ഞാനിത് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മന്തീൻ്റെ റൈസൊക്കെ നല്ലതുപോലെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു മന്തി ഇങ്ങനെ തയ്യാറാക്കി എടുത്തപ്പോൾ. അപ്പം ഇങ്ങനെ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ ആ ചാർക്കോളൊക്കെ ഒന്ന് മാറ്റിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ചിക്കൻ്റെ പീസസൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം റൈസ് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ആ ഒരു റൈസിന് കിട്ടുള്ളൂ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മന്തിയാണേ. നമ്മൾ എല്ലാ രീതിയിലും മന്തി റൈസൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് എത്രത്തോളം ടേസ്റ്റാണ് ഈ ഒരു റൈസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്ര പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഓവറായിട്ട് കളറൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കളറൊക്കെ ഒന്നും കൂടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അധികം ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു കളറിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ മന്തി റൈസ് എന്ന് പറയുമ്പം ചില ആൾക്കാർ ഇങ്ങനെ ഉള്ളിയും തക്കാളിയും അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതൊന്നും അങ്ങനെ തയ്യാറാക്കില്ല കേട്ടോ. അങ്ങനെയല്ല, അത് ഇതിലേക്ക് ആഡ് ചെയ്യത്തില്ല. പക്ഷേങ്കിൽ ഇതൊക്കെ നമ്മൾ ചേർത്ത് തയ്യാറാക്കുമ്പോഴുണ്ടല്ലോ ഈ ഒരു റൈസിന് അത്രത്തോളം ടേസ്റ്റാണ്. അത് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. ഇപ്രാവശ്യത്തെ പെരുന്നാളിൽ ഈ രീതിയിലൊന്നും മന്തി തയ്യാറാക്കി നോക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കണം. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എനിക്കിവിടെ നോമ്പുതറയായിരുന്നു, അതിനായിരുന്നു ഞാനിവിടെ മന്തി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, സക്സസ് ആവുകയും ചെയ്യുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം ഞാൻ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.